സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ വയനാടും കണ്ണൂരും തന്നെയായിരുന്നു പ്രഥമ പരിഗണന ലീഗിനെ സംബന്ധിച്ചിടത്തോളം. UDFന്റെ ഉരുക്കുകോട്ടയായ വയനാട് മണ്ഡലത്തിന്റെ അടിത്തറ തന്നെ മുസ്ലിം ലീഗാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് മൂന്നാം സീറ്റായി വേണമെന്ന ലീഗിന്റെ ആവശ്യത്തിന്റെ രഹസ്യവും അതുതന്നെയാണ്. മുസ്ലിം ലീഗില്ലാതെ വയനാടൊന്ന് മത്സരിച്ച് നോക്കണം, അപ്പോഴറിയാം കോൺഗ്രസിന്റെ തനി സ്വരൂപം. ഒരു സംശയമില്ലല്ലോ, തോറ്റ് തുന്നം പാടില്ലേ രാഹുൽ ഗാന്ധി. വയനാട് മണ്ഡലത്തിലെ ലീഗ് സ്വാധീനം എതിരാളികൾ പോലും പരസ്യമായി അംഗീകരിക്കുന്നതാണ്. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലമായ വയനാട് സുരക്ഷിത താവളം എന്ന പേരും UDFന് സ്വന്തം. 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലെത്തിച്ച മണ്ഡലം. രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും ലീഗ് നേതൃത്വം വയനാടിന് മേലുള്ള നോട്ടം ഉപേക്ഷിക്കുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ കാരണം. 40% മുസ്ലിം വോട്ടുകളാണ് മണ്ഡലത്തിലെ ഡിസിഷൻ മേക്കേഴ്സ്. ബത്തേരിയും മാനന്തവാടിയും ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിൽ UDFൽ ലീഗ് തന്നെ മുൻപിൽ. വയനാട് ജില്ലയും കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ മലയോര മേഖലയും ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും UDFനൊപ്പമാണ്. കർഷകരാണ് വോട്ടർമാരിൽ ഏറെയും. കോൺഗ്രസ് ലീഗ് തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ദേശമുഖമുള്ള സ്ഥാനാർത്ഥിയല്ല വയനാട്ടിലെത്തുന്നതെങ്കിൽ ഇടതുപക്ഷവും പ്രതീക്ഷ കൈവിടുന്നില്ല. കാരണം 20,870 വോട്ടുകൾക്കാണ് 2014 CPIയിലെ സത്യൻ മൊകേരിയെ MA ഷാനവാസ് പരാജയപ്പെടുത്തിയത്. ഈ വോട്ട് വ്യത്യാസം ആനി രാജയിലൂടെ പരിഹരിക്കാമെന്ന് ഇടത് ക്യാമ്പും കണക്കുകൂട്ടുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.